ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാർക്കറ്റ് മാഗ്നറ്റ്. ഇന്ന് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ല കമ്പനി പരിചയപ്പെടാം. കമ്പനിയുടെ പേര് ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ്. ബോംബെയുടെ പേരൊക്കെ മാറ്റി മുംബൈ ആയി. വളരെ പഴക്കമുള്ള കമ്പനിയാണ്. 12,742 കോടി മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ്. നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു സെബി രജിസ്റ്റേർഡ് ഫേമാണ്. ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻ്റായിട്ട് പിന്നും ചെയ്തേക്കാം. ഈ കമ്പനി പഴയതെന്ന് പറയുമ്പോൾ 1863 സ്കോട്ട്ലൻഡിലെ വാലസ് ബ്രദേഴ്സാണ് ഈ കമ്പനി രൂപം കൊടുക്കുന്നത്. ബർമയിൽ ചായക്കച്ചവടമായിരുന്നു ഫസ്റ്റ് ഈ കമ്പനി ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്. പിന്നീട് ഇവർ ഡൈവേഴ്സിഫൈ ചെയ്തു. പ്ലാന്റേഷനിലേക്കും ഇൻഫ്രാസ്ട്രക്ചറിലേക്കും ഹെൽത്ത് കെയറിലേക്കും ഇവർ മാറി. ആ സമയത്തും ചായക്കച്ചവടം ഉണ്ടായിരുന്നു. ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായി മറ്റ് ബിസിനസ്സുകളിലേക്ക് മാറി. എന്നാൽ ഈ കമ്പനിയുടെ ചരിത്രം തുടങ്ങുന്നത് ഇതിനും പുറകിൽ നിന്നാണ്. 1848 ബോംബെയിൽ രൂപം കൊണ്ടിട്ടുള്ള വാലസ് ബ്രദേഴ്സ് ആൻഡ് കമ്പനി എന്ന കമ്പനിയിൽ നിന്നാണ് ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന ഈ കമ്പനി രൂപം കൊള്ളുന്നത്. 1870 ഓയിൽ എക്സ്പെഡീഷനിലേക്കും ഷിപ്പിങ്ങിലേക്കും കമ്പനി അതിൻ്റെ വ്യാപാരം വ്യാപിപ്പിച്ചു. 1940 ആയപ്പോഴത്തേനും വിസാഞ്ചി കുടുംബം കമ്പനി ഏറ്റെടുക്കുകയും വാദിയ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് കമ്പനി മാറുകയും ചെയ്തു. പ്ലാന്റേഷൻ മേഖലയിൽ കമ്പനിക്ക് വളരെ അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. 2800 ഹെക്ടറിലധികം വിസ്തൃതിയുള്ള ചായ കാപ്പി തോട്ടങ്ങളാണ് BBTCക്കുള്ളത്. BBTC എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഷോർട്ട് ഫോമാണ്. ചായയിൽ എല്ലാത്തരം ചായകളും പെടും. ഗ്രീൻ ടീ, ബ്ലാക്ക്, ഓർത്തഡോക്സ് അങ്ങനെ പോകുന്നു. ഈ CTC ചായ ഇവരുടെ ബ്രാൻഡാണ്. മാനുഫാക്ചറിങ് മേഖലകളിലും കമ്പനിക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ, സോളിനോയിഡ്, സ്വിച്ച്, വാൽവ്, സ്ലിപ്പ് റിങ്ങുകൾ, ഡെൻ്റൽ ഉൽപ്പന്നങ്ങൾ, വെയിങ് മെഷീൻസ്, തൂക്കളക്കാനുള്ള മെഷീൻസ്, ഇതൊക്കെ ഈ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ ബിസിനസ്സിലും കമ്പനി സജീവമാണ്. അതുകൂടാതെ കമ്പനിക്ക് നിരവധി നിക്ഷേപങ്ങളുണ്ട്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ 50.5% ഓഹരികൾ BBTC കൈവശം വെച്ചിട്ടുണ്ട്. ഏകദേശം 12.17 കോടിയുടെ വാല്യൂ ഉണ്ട് ഇതിന്. എന്നാൽ ഇപ്പോൾ BBTC മെല്ലെ പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് പിന്തിരിയുകയാണ്. 2023 ടാൻസാനിയയിലെ 3957 ഏക്കറിലായിട്ടുള്ള 3 തോട്ടങ്ങളാണ് കമ്പനി മറ്റൊരു കമ്പനിക്ക് വിറ്റത്. $1.2 മില്യൺ ഈ ഡീല് നടന്നിരിക്കുന്നത്. അതുകൂടാതെ 8 കാപ്പി തോട്ടങ്ങൾ ഓറഞ്ച് കൺട്രി റിസോർട്ടിന് വിറ്റു. 291 കോടിയുടെ ഡീലാണ് ഇത്. മെല്ലെ പ്ലാന്റേഷനിൽ നിന്ന് കമ്പനി പിൻവാങ്ങുകയാണ്. BBTCയുടെ ആസ്ഥാനം മുംബൈയിലാണ് കേട്ടോ. പണ്ട് ബോംബെ എന്നാണല്ലോ മുംബൈനെ വിളിച്ചിരുന്നത്. അങ്ങനെയാണിത് ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നത്. വാദിയ ഗ്രൂപ്പ് കമ്പനിയുടെ 65.93% ഓഹരികളും കൈവശം വെക്കുന്നുണ്ട്. സെയിൽസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് സെയിൽ കൂടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2013 6519 കോടിയായിരുന്നു ഇയർലി ഉള്ള സെയിൽ. അത് 7000 ആവുന്നു, 8000 ആവുന്നു, 9000 ആവുന്നു, 10000 ആവുന്നു, 11 ആവുന്നു, പിന്നീട് 13 ആകുന്നു, 14 ആകുന്നു, 16 ആകുന്നു, 17 ആകുന്നു. 17 എന്ന് വെച്ചാൽ 17,000 കോടി ഇവിടെ സ്ക്രീനിൽ കാണാം. വളരെയധികം കച്ചവടമുള്ള കമ്പനിയാണ്. പ്രോഫിറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. 260 കോടിയായിരുന്നു, ഇപ്പോൾ അത് 2163 കോടി TTM പ്രോഫിറ്റിൽ വന്ന് നിൽക്കുന്നു. കഴിഞ്ഞ മാർച്ചിൽ 2024 മാർച്ചിൽ 1737 കോടിയായിരുന്നു. ഇടയ്ക്ക് ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം. ബാലൻസ് ഷീറ്റ് നോക്കണം. അല്ലാതെ ലോസ്, സെയിൽ വഴി ലോസ് വരാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. അത് നോക്കിയിട്ടില്ല ഞാൻ. പക്ഷേ അത് റെയർ കേസ് ആയതുകൊണ്ട് ഇനി പഴയ ബാലൻസ് ഷീറ്റ് തപ്പാനും പോകണം. ഇത് എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് 2023 അന്ന് സംഭവിച്ച സംഭവമല്ലേ. അപ്പോൾ അതിനുള്ള പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നടന്നിട്ടുണ്ട്. ബാക്കി എല്ലാ വർഷവും നോക്കിക്കേ 1000, 800 ഇങ്ങനെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കൂടുന്നുണ്ട്. അതങ്ങനെ കൂടിക്കൂടി 1700 ആയി. ഇപ്പോൾ 2163 TTM പ്രോഫിറ്റ് വന്ന് നിൽക്കുകയാണ്. നെറ്റ് പ്രോഫിറ്റ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഡെപ്റ്റേഴ്സ് ഡേയ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ. അവിടെ 10 ഉള്ളൂ. പ്രൊമോട്ടർ ഹോൾഡിങ് 74.05%, FIS ഹോൾഡിങ് 9.64%, DS ഹോൾഡിങ് 1.48%, പബ്ലിക് ഹോൾഡിങ് 14.84%. അപ്പോൾ സ്ട്രോങ് ഹാൻഡ്സിൻ്റെ കയ്യിലാണ് മെജോറിറ്റിയും. പ്രൊമോട്ടർ, FIS, DS. പബ്ലിക്കിൻ്റെ കയ്യിൽ 15%-ന് താഴെ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു 52 വീക്ക് ഹൈ നോക്കിയാൽ 2975 വരെ പോയിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 1826 നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് കമ്പനി ട്രേഡ് ചെയ്യുന്നത്.
ലോ പോയിരിക്കുന്നത് 1318 വരെ പോയിട്ടുണ്ട്, ഒരു ലോ പോയിട്ടുണ്ട്. ഇത് പിന്നീട് മുകളിലേക്ക് പോകുന്ന പോലെയാണ് അതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് കാണാവുന്നത്. അപ്പോൾ മാക്സിമം ചാർട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി വോളറ്റൈലാണ് കമ്പനി എന്ന് കാണാൻ പറ്റും. എന്നാലും ഇപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ 2014 ഈ കമ്പനിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയുടെ താഴെയാണ്. അതായത് 10 വർഷം മുമ്പ് 100 രൂപയുടെ താഴെയാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായിട്ട് സ്റ്റഡിയും കാര്യങ്ങളും നടത്തുക. ഇതൊരിക്കലും ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ല കമ്പനി കണ്ടപ്പോൾ അത് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.